ഇന്ത്യൻ സേനയിൽ അർദ്ധസൈനിക വിഭാഗങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനികൾ ഉണ്ടാകാമെന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഇന്ന് കേൾക്കുന്ന വാർത്ത അത്തരത്തിലുള്ള ചിലരെയൊക്കെ കണ്ടു എന്നാണല്ലോ. നമ്മൾ ഇന്നലെ ഇനിയിപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പറയാം, നമ്മൾ ഇന്നലെ ആ വീഡിയോ ചെയ്തത് പലതവണ ആലോചിച്ച ശേഷമാണ്. കാരണം നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു മൂല്യത്തെ ആളുകൾ സംശയിക്കാൻ ഇടവരുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് കൂടുതൽ ആലോചിച്ചപ്പോൾ നമുക്കിത് പറയാതെ തരമില്ല എന്ന് കണ്ടിട്ടാണ് ഇന്ത്യൻ സൈന്യത്തിൽ പാരാമിലിറ്ററി ഫോഴ്സുകളിൽ പോലീസിലൊക്കെ പാകിസ്ഥാൻ മനോഭാവമുള്ള പാകിസ്ഥാൻ അനുകൂലികളായ ആളുകൾ കയറി കൂടിയിട്ടുണ്ടോ എന്നുള്ള ആശങ്ക നമ്മൾ നിലവിലുള്ള ചില സാഹചര്യം വെച്ച് നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ ഏതായാലും അത് പറയുമ്പോൾ നമ്മൾ കാശ്മീരിലൊരു ഉദാഹരണവും പറഞ്ഞു. മുനീർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു CRPF ഭടൻ, കാശ്മീരിൽ CRPF ആണ് ഈ ക്രമസമാധാനം പാലിക്കാൻ സൈന്യത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് ഭീകരവേട്ടയ്ക്കൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇയാൾ കാശ്മീരിയാണ്, കാശ്മീരിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. അയാളുടെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തത്. മലയാളത്തിലെ ഒരു മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്തില്ല. കാരണം ഒരുപക്ഷെ പട്ടാളത്തിനെതിരെ അന്ന് വ്യാഖ്യാനിക്കപ്പെടാമോ എന്നുള്ള ശങ്കയുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ സൈന്യത്തിനെതിരെയല്ല. നമ്മുടെ സൈന്യം എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനേക്കാളും വലുത് മാതൃഭൂമിയാണ്, ജന്മദേശമാണെന്ന് കരുതി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് എല്ലാ പ്രതികൂല ടെറൈനുകളെയും അതിജീവിച്ച് നമുക്ക് വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാക്കുന്ന നമ്മുടെ അഭിമാനമാണ് ഇന്ത്യൻ ഭടന്മാർ. പക്ഷേ ആ ഇന്ത്യൻ ഭടന്മാരെ പോലും അപകടപ്പെടുത്തുന്ന തരത്തിലേക്ക് ചില വിഷവിത്തുകൾ അതിലേക്ക് കയറി കൂടുന്നുണ്ട് എന്ന് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ മുനീർ അഹമ്മദിനെ കുറിച്ച് പറഞ്ഞത്. കാരണം മുനീർ അഹമ്മദ് ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ സേനയിലുണ്ട്. ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു പാകിസ്ഥാനിയാണ്. മീനൽ അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ സ്ത്രീയെ കല്യാണം കഴിച്ചു. ഈ കല്യാണം കഴിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് എന്തിനാണ് പാകിസ്ഥാനിൽ നിന്ന് കല്യാണം കഴിക്കുന്നത്? സ്വാഭാവികമായ ചോദ്യമാണ്. അപ്പോൾ ചോദിക്കാം, ഇന്ത്യക്കാർക്ക് അമേരിക്കയിൽ നിന്ന് കല്യാണം കഴിക്കാൻ പോലെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും കല്യാണം കഴിക്കാമല്ലോ. അത് ശരിയാണ്. ഇപ്പോൾ നമ്മൾ US-ലുള്ളവർ ഇന്ത്യക്കാർ അമേരിക്കക്കാരെ കല്യാണം കഴിക്കുന്നുണ്ട്, പല രാജ്യത്തുള്ളവരെ കല്യാണം കഴിക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതെങ്ങനെയാണ്? എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടി പരിചയമായി പ്രണയമൊക്കെ ആയിട്ടാണ്. പക്ഷേ മുനീർ അഹമ്മദ് ഈ പാകിസ്ഥാനി മീനൽ അഹമ്മദ് ഖാനെ കല്യാണം കഴിച്ചത് വീഡിയോ കോൾ വഴിയാണ്. വീഡിയോ കോളിലൂടെ പരിചയപ്പെട്ടു, വീഡിയോ കോളിലൂടെ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ മീനൽ അഹമ്മദിന് വിസ ശരിയാക്കി കൊടുത്തു. ഇയാളും കൂടെ ഇടപെടൽ നടത്തി. വിസ കിട്ടി, മീനൽ അഹമ്മദ് ഇവിടെ വന്നു. ഇങ്ങനെ ഒരു കല്യാണം കഴിക്കുന്നത് ഇയാൾ CRPF-നെ അറിയിച്ചില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞത്, നമുക്ക് ഇന്നലെ കിട്ടിയ വാർത്തയിൽ CRPF-നെ ഇയാൾ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ CRPF ഔദ്യോഗികമായിട്ട് പറയുന്നു CRPF-നെ അറിയിച്ചിട്ടില്ല എന്നു മാത്രമല്ല, മാർച്ച് 22-ന് മീനൽ അഹമ്മദ് ഖാൻ്റെ ഇയാളുടെ ഭാര്യയുടെ, ഇയാളുടെ വീഡിയോ കോൾ വഴി കല്യാണം കഴിച്ച ഭാര്യയുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ തുടർന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ വിസയുള്ളവരൊക്കെ, പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്നവരൊക്കെ തിരിച്ചു പോകണം എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വന്നതിന് ശേഷം പരിശോധന നടത്തുമ്പോഴാണ് മീനൽ അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഈ പാകിസ്ഥാനി വനിത ഇവിടെ അനധികൃതമായി തുടരുന്നു എന്നുള്ള വിവരം നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ആഭ്യന്തര മന്ത്രാലയത്തിനും കിട്ടുന്നത്. അപ്പോൾ ഇതിന് കൂട്ടുനിന്ന് അനധികൃതമായി ഈ പാകിസ്ഥാനി, ഇയാളുടെ ഭാര്യയോ ആരോ ആവട്ടെ, പക്ഷേ അത് പാകിസ്ഥാനിയാണ്. പാകിസ്ഥാനിയെ ഇവിടെ നിയമവിരുദ്ധമായി പാർപ്പിച്ചതാരാണ്? ഇന്ത്യൻ ഭടനാണ്. ഇത് അതീവ ഗുരുതരമായ കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുന്ന് കുറേ ആളുകൾ കല്യാണം കഴിക്കും. ഒരുപാട് ചെറുപ്പക്കാർ പാകിസ്ഥാനി പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക. ആ പെണ്ണുങ്ങൾ ഇവിടെ വന്ന് കല്യാണം കഴിച്ചിട്ട് വിസ എടുത്ത് ഇവിടെ വരും, എന്നിട്ട് ഇവിടുന്ന് പോകത്തില്ല. അവർ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കത്തില്ല, പാകിസ്ഥാൻ പൗരത്വം ഉപേക്ഷിക്കത്തുമില്ല. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന വിശുദ്ധ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇന്ത്യയിൽ ഇവരുദ്ദേശിക്കുന്ന പോലുള്ള ദീനിയുള്ള പെൺകുട്ടികളോ ഈമാനുള്ള പെൺകുട്ടികളോ സുന്ദരിമാരോ ഒക്കെ മുസ്ലിം സമുദായത്തിൽ ഇല്ലാത്തത് കൊണ്ടാണോ പാകിസ്ഥാനിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണമെന്ന് ഇന്ത്യയിലെ കുറേ ആളുകൾ തീരുമാനിക്കുന്നത്? ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾ ഇങ്ങനെ പാകിസ്ഥാനി പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതത്ര നിഷ്കളങ്കമാണെന്ന് തോന്നുന്നുണ്ടോ സിനു? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ മുസ്ലിം പെൺകുട്ടികളുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്. ഇനിയിപ്പോൾ വിദ്യാഭ്യാസമുള്ളവർ ഇവർക്ക് പറ്റൂലല്ലോ. പള്ളിക്കൂടത്തിൽ പോകാത്ത ചാക്കിനകത്ത് കയറി നടക്കുന്നവരെയാണ് വേണ്ടത്. അങ്ങനെയുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്, കേരളത്തിൽ നിന്ന് വരെ കിട്ടും. അപ്പോൾ എന്തിനാണ് 5 ലക്ഷം
പെൺകുട്ടികൾ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ 5 ലക്ഷം പേരെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് പഞ്ചാബിൽ മാത്രം 83,000 ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അജണ്ട ഇല്ല എന്ന് നമുക്ക് പറയാൻ അജണ്ട ഇല്ല എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട് പാകിസ്ഥാനികൾ? അപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്ക് കല്യാണം കഴിക്കുന്ന ചെക്കന് അല്ലെങ്കിൽ യുവാവിന് പാകിസ്ഥാനോട് അദമ്യമായ ഒരു സ്നേഹമുള്ളത് കൊണ്ടാണ് പാകിസ്ഥാനി പെൺകുട്ടിയെ എനിക്ക് വേണമെന്ന് പറയുന്നത്. അതെ, അങ്ങനെ അപ്പൊ ഇവൻ ഇന്ത്യയിൽ ജീവിക്കുന്ന പാകിസ്ഥാനിയാണ്, മനസ്സുകൊണ്ട് പാകിസ്ഥാന. അവിടെ നിന്നൊരു പാകിസ്ഥാനിയെ ഇങ്ങോട്ട്, ഒറിജിനൽ പാകിസ്ഥാനിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അവള് വിസിറ്റ് വിസയിലൂടെ വരുന്നു. ആ വിസ കാലാവധി കഴിഞ്ഞിട്ടും ഇവന്റെ ഭാര്യ എന്നും പറഞ്ഞ് ഇവിടെ കൂടുന്നു. എന്നിട്ട് പതുക്കെ ഇവിടെ കൂടിയിട്ട് പ്രാദേശികമായുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ സ്വാധീനിച്ചിട്ട് ആധാർ കാർഡ് എടുക്കുന്നു, റേഷൻ കാർഡ് മേടിക്കുന്നു, ഇന്ത്യക്കാരനായി മാറും, വോട്ടർ പട്ടിക വരെ കയറുന്നു. ഒരുത്തൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ പറഞ്ഞില്ലേ ഞാൻ വോട്ട് വരെ ചെയ്തു എന്ന് പറഞ്ഞാൽ, ആ കാര്യം നമുക്ക് ഒന്നുകൂടെ പറയാം, ഇന്നലെ കാണാത്തവർക്ക് വേണ്ടി പറയാം. അങ്ങനെ ഇവിടെ തുടരുന്നു. അപ്പം അപ്പനും പാകിസ്ഥാനി, അമ്മയും പാകിസ്ഥാനി. ഗുണം എന്താണെന്നറിയോ? ഇന്ത്യയിൽ വെച്ച് വന്ന ഉടനെ ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ പ്രസവം നടക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി ഇന്ത്യൻ, അപ്പനും അമ്മയും പാകിസ്ഥാനി, കുട്ടി ഇന്ത്യൻ പൗരനായി എല്ലാ അവകാശവും ഇവിടെ കിട്ടും. പക്ഷേ അവൻ മനസ്സിൽ വളർന്നു വരുന്ന അപ്പനും അമ്മയും പഠിപ്പിക്കുന്ന പാകിസ്ഥാൻ അനുകൂലമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഇവിടെ പാകിസ്ഥാനിയായിട്ട് വളർന്നു വരികയാണ്. അപ്പോൾ 5 ലക്ഷം ആളുകളുടെ വീട്ടിൽ ഞാൻ ഇന്നലെ പറഞ്ഞ 3 കുട്ടികളെ വെച്ച് കൂട്ടിയാൽ മിനിമം 15 ലക്ഷം പാകിസ്ഥാനികൾ ഇന്ത്യക്കകത്തുണ്ടാവും. അവരെന്ത് ചെയ്യും? അവർ വളർന്ന് വലുതാവും, അവർ ജോലിക്ക് അപേക്ഷിക്കും, പട്ടാളത്തിൽ ചേരും, പോലീസിൽ ചേരും. അങ്ങനെ വരുമ്പോൾ ഈ 15 ലക്ഷം പേരിൽ ഒരു 5 ലക്ഷം പേർ അല്ലെങ്കിൽ 2 ലക്ഷം പേർ അല്ലെങ്കിൽ 50,000 പേർ നമ്മുടെ പട്ടാളത്തിൽ ചേർന്നിരിക്കട്ടെ. ഇങ്ങനെ ജനിച്ചു വരുന്ന മക്കൾ നമ്മുടെ സേനയിൽ ചേർന്നാൽ എന്തായിരിക്കും സ്ഥിതി? പാകിസ്ഥാനുമായി ഇന്ത്യ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഇവർ തോക്കെങ്ങോട്ട് പിടിക്കും. അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കോടതി എന്ത് ചെയ്തറിയോ? കോടതി ഉടനെ മീനൽ അഹമ്മദ് ഖാനിന് വേണ്ടിയിട്ട് ഭർത്താവായ മുനീർ ഹൈക്കോടതി പോയി. ജമ്മു കാശ്മീർ ഹൈക്കോടതി 10 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു, ഡിപ്പോർട്ട് ചെയ്തു, പിടിച്ച് പുറത്താക്കുന്നത്. അപ്പോൾ ഇതൂടെ വന്നപ്പോൾ ഇന്നലെ CRPF തീരുമാനിച്ചു, മുനീർ അഹമ്മദിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അങ്ങനെ പാകിസ്ഥാന് വേണ്ടി ചിന്തിച്ച, പാകിസ്ഥാൻ മനോഭാവമുണ്ടെന്ന് പറഞ്ഞ ഒരാളെ ഐഡന്റിഫൈ ചെയ്ത് ഇന്ത്യ CRPFൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ തുടക്കം കുറിച്ചു നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, കണ്ടത്തണം എവിടെയൊക്കെ കയറിയിട്ടുണ്ടാവും, ഇവരൊക്കെ എവിടെയൊക്കെ ഉണ്ടാവും. 5 ലക്ഷം പേർ എന്നുള്ള കണക്കാണ്. ഇതാണ് വലിയ പ്രശ്നം. അപ്പോൾ ഇവിടെ 5 ലക്ഷം പേർ ഇങ്ങനെ കഴിയുന്നു. ഈ 5 ലക്ഷം പേരെ നമ്മൾ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കൂടി പോയാൽ ഒരു 500 പേരെ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലേ? സ്ലീപ്പർ സെൽസ് എന്നൊക്കെ പറയുന്നതിന്റെ മറ്റൊരു രൂപാന്തരമാണ്. തീർച്ചയായും. ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ഇത് പരിഹരിക്കപ്പെടണ്ടേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നമ്മുടെ ഒരു ആവശ്യം വന്നാൽ, നമുക്ക് ഒരു ശത്രു രാജ്യവുമായി നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ നമുക്കെതിരെ ഈ രാജ്യത്തിനകത്തിന് കലാപം ഉണ്ടാക്കാൻ, രാജ്യത്തിനകത്ത് ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കാൻ പോകുമാറ് വിദേശികൾ, പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ ഈ രാജ്യത്തുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുക. എല്ലാവരും പറയുന്നുണ്ട്, ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടെന്ന് നമ്മുടെ കേരളത്തിലെ സഖാക്കൾ വരെ പറയും. ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയും. എന്നാൽ ഇവരെ പുറത്താക്കാനുള്ള നടപടി എടുത്താലോ? പറ്റില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും NRC ഉണ്ട്, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺഷിപ്പ്. രാജ്യത്തെ പൗരന്മാരെ സംബന്ധിക്കുന്ന ഒരു രേഖയുണ്ട്. നമ്മുടെ രാജ്യത്തില്ല. NRC ഇല്ലാത്ത നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ്, പൗരന്മാരുടെ രജിസ്ട്രി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിത് ഇന്ത്യക്കാരനാരാണ്, ഇന്ത്യക്കാരനല്ലാത്തതാരാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത്. അത് അപകടകരമായ രീതിയിൽ നമ്മുടെ CRPFൽ പോലും പാകിസ്ഥാൻ അനുകൂലികളായ പാകിസ്ഥാനിയെ ഇവിടെ കൊണ്ടുവന്ന് ഭാര്യയാണെങ്കിലും പോലും ഒളിച്ചു വെച്ച് വിസയില്ലാതെ താമസിപ്പിക്കാൻ തയ്യാറാവുന്ന ആളുകളുണ്ട് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ ഇന്നലെ ആ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു മനസ്താപം ഉണ്ടായിരുന്നു. നമ്മുടെ സൈന്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നല്ലോ എന്ന്. പക്ഷേ ആ മനസ്താപം മാറി. കാരണം സേന തന്നെ പിരിച്ചുവിട്ടു, അംഗീകരിച്ചു. കാരണം നമുക്ക് അത് ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. കാരണം ബാക്കി എല്ലാവരും മടിച്ച് നിന്നപ്പോഴാണ് അവർക്ക് കിട്ടിയതായിരിക്കാം, കിട്ടിയിട്ട് അവർ കൊടുത്തില്ല. പക്ഷേ കൊടുക്കാത്തതിന് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടും പട്ടാളത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ഇവിടെ പുറത്തറിയേണ്ട മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ നിന്നൊക്കെ നുഴഞ്ഞു കയറി ഇവിടെ ലക്ഷക്കണക്കിനുണ്ടെന്ന് പറഞ്ഞാൽ, പണ്ടൊരു മാധ്യമപ്രവർത്തകർ പറഞ്ഞ പോലെ ഇവർ കാണിക്കുന്ന വൃത്തികേടൊക്കെ നമ്മൾ മനഃപൂർവ്വം പറയാത്തതാണ്. പറഞ്ഞാൽ അത് സംഘപരിവാരത്തിന് വളമാകുമല്ലോ എന്ന് കരുതി പറയാത്തതാണ്. രാജ്യം മുടിഞ്ഞാലും കുഴപ്പമില്ല. ഇങ്ങനെ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഇന്ത്യയിൽ വൻതോതിൽ വന്ന് നുഴഞ്ഞു കയറി താമസിക്കുക മാത്രമല്ല, തന്ത്രപ്രധാനമായ സീറ്റുകളിൽ സർക്കാർ ജോലി കിട്ടുന്നു. ഇന്നലെ മറ്റവൻ പറഞ്ഞില്ലേ, ആരാണ്? ഒസാമ ഇംനിയാസ് എന്ന് പറഞ്ഞ ഒരുത്തൻ. അവൻ പറഞ്ഞ് 18 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ്. 18 വർഷമായിട്ട് ഞാൻ താമസിച്ച് ഞാൻ ഇവിടെ ഡിഗ്രി പഠിച്ചു, ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ജൂണിയർ എൻ്റെ പരീക്ഷയാണ്, അത് കഴിയുമ്പോൾ എനിക്ക് ജോലിക്ക് പോകണം, ഞാൻ ജോലിക്ക് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആധാറുണ്ട്, റേഷൻ കാർഡുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പാകിസ്ഥാനിയാണ്.
ഇവിടെ പഠിച്ച് കൊണ്ടിരിക്കും. ഇങ്ങനെ എത്ര പേർ, എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവാം. ഈ പർവീൺ അക്തർ എന്നുള്ള സ്ത്രീ പറഞ്ഞില്ലേ, അവരുടെ ചിത്രം ഉൾപ്പെടെ നമ്മൾ ഇന്നലെ കാണിച്ചു. അവരെ പിടിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി. പാകിസ്ഥാനിയാണ്. അവർ പറഞ്ഞു, ഞാൻ 41 വർഷമായി ഇവിടെ ജീവിക്കുന്നു, എനിക്ക് 3 മക്കളുണ്ട്, ഇത്രയും കാലം നിങ്ങൾ എന്നെ പിടിക്കാൻ ഞാൻ എന്താ, ഞാനെങ്ങും പോകത്തില്ല, ഞാൻ വളരെ റെസ്പെക്റ്റബിൾ ആദരണീയായ വ്യക്തി, എന്നെ പോലീസ് വാനിൽ കയറ്റിയിരിക്കുന്നത് എനിക്ക് അപമാനമാണ്. നിങ്ങളുടെ മോഡി ഇത്രയും നാളും എവിടെയാണ്? ഇവിടെ മോഡി വന്നതുകൊണ്ട് എത്രയെങ്കിലും ചെയ്യാൻ പറ്റിയതല്ലേ? അപ്പോൾ ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ബംഗാളിൽ ഈ ചതി ചെയ്തത് CPM എന്നുള്ള പാർട്ടിയാണ്. കാലങ്ങളായി ബംഗ്ലാദേശ് വഴി അവിടെ നിന്ന് നുഴഞ്ഞു കയറിയ ആളുകൾക്ക് മുഴുവൻ വീട് ഉണ്ടാക്കിക്കൊടുത്ത്, റേഷൻ കാർഡ് ഉണ്ടാക്കിക്കൊടുത്ത്, വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് അവരെ മുഴുവൻ ഇന്ത്യക്കാരെന്നുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കിക്കൊടുത്ത് CPM അവരെ വളർത്തി വലുതാക്കി. അവസാനം അവർ മൊത്തത്തോടെ മമതയുടെ കൂടെ പോയി. അപ്പോൾ മമത സഹായിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വോട്ട് ബാങ്ക് മുസ്ലിമുകളുടെ കൂട്ടത്തോടെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വന്നാൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടുമെന്ന് മാത്രം കരുതി രാജ്യവിരുദ്ധമായ എന്തും ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിൽ മത്സരിക്കുകയായിരുന്നു CPM-ഉം കോൺഗ്രസും. ഇപ്പോൾ ബാക്കി എല്ലാ പ്രതിപക്ഷ പാർട്ടിയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന 5 ലക്ഷത്തോളം ആളുകൾ ഇവിടെ അനധികൃതമായി പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് വന്ന പാകിസ്ഥാനികളുണ്ട്. അവരുടെ മക്കൾ, അവരുടെ ഭർത്താക്കന്മാർ. കാരണം പാകിസ്ഥാനിയെ തന്നെ ഞാൻ കെട്ടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ രോഗം വേറെയാണ്. അപ്പോൾ 5 അല്ല 10 ലക്ഷം ഉണ്ടല്ലേ? ആ 5 കൂടെ കൂട്ടുമ്പോൾ ഇത് കണക്കുള്ളതാണ്. കണക്കില്ലാത്ത എത്രയുണ്ടാവും? കേരളത്തിൽ പോലും പാകിസ്ഥാനിൽ കല്യാണം കഴിച്ചവരുണ്ട്. തിരിച്ച് പാകിസ്ഥാനിലേക്ക് കല്യാണം കഴിച്ചാൽ എങ്ങനെയെന്നറിയാമോ? അവർക്ക് ആ പാകിസ്ഥാൻ പാസ്പോർട്ട് പൗരത്വം കിട്ടണമെങ്കിൽ 9 വർഷം കാത്തിരിക്കണം. തിരിച്ചാണെങ്കിൽ അല്ലേ? 9 വർഷം കാത്തിരിക്കണം. അത് അപേക്ഷിച്ചാൽ. ഇന്ത്യയിലും അപേക്ഷിച്ചാൽ ഉടനെ ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ട് അപേക്ഷിക്കത്തില്ല. ഈ മാർഗമുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയാൽ നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠം ഉടനെ ഇടപെടും. ഇപ്പൊ വേറൊരു ഫാമിലി മകൻ ബാംഗ്ലൂരിൽ എന്തോ ജോലി ചെയ്യാണ്, നിയമവിരുദ്ധമായി അവിടെ കാശ്മീരിൽ താമസിക്കുകയാണ്. അവരെ ഡിപ്പോർട്ട് ചെയ്യാനായിട്ട് സർക്കാർ ഉത്തരവിട്ടപ്പോൾ സുപ്രീം കോടതി ഉത്തരവിറക്കി. അരുത് പോവരുത്, ഇപ്പം വിടരുത്. അവരുടെ രേഖകളൊക്കെ ഒന്നുകൂടെ പരിശോധിക്കൂ, രേഖകളൊക്കെ കൊണ്ട് കാണിക്കൂ. രേഖകളില്ല, തെറ്റാണെന്ന് കണ്ടിട്ടാണ് സാർ മിലോഡ് ഇന്ത്യൻ സർക്കാർ അവരെ പുറത്താക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധകാലത്ത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് പോലും സംശയം ഉണ്ടാവുന്ന ഭീഷണി ഉണ്ടായിരിക്കുന്ന കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾ രാജ്യത്തിൻ്റെ പൊതുവികാരത്തിനും സർക്കാർ എടുക്കുന്ന രാജ്യസുരക്ഷയ്ക്ക് അനുകൂലമായി എടുക്കുന്ന നിലപാടുകളെയും പോലും പരിഗണിക്കാതെ സ്റ്റേ കൊടുക്കാനും അവരെ തിരിച്ചയക്കരുത് എന്നൊക്കെ പറയുന്ന അതീവ സങ്കടകരമായ നിർഭാഗ്യകരമായ അവസ്ഥ കൂടി ഉണ്ടെന്ന് പറയാതെ തരമില്ല. അപ്പോൾ ഇന്ത്യയെ എങ്ങനെയെങ്കിലും കൊളമാക്കുക, ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾക്ക് പെരുകാൻ ഈ രാജ്യത്ത് അവസരം കൊടുക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് NRC നടപ്പാക്കണം എന്ന് പറയുമ്പോൾ NRC നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഇവിടുത്തെ മുസ്ലിം സംഘടനകളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് ഒരു പൗരത്വ കാർഡ് കൊടുക്കുന്നതിനെ ഇവിടുത്തെ മുസ്ലിമുകൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കേണ്ട സമയമാണ്. NRCക്കെതിരെ നിലപാടെടുക്കുന്നവർ ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്, പാകിസ്ഥാൻ്റെ ഏജന്റുമാരാണെന്ന് പറയാതെ തരമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.